ഗുഡ് ഈവനിങ് ഓൾ. വളരെ പ്രധാനപ്പെട്ട പേപ്പർ വണ്ണിലെ ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് ചെറിയൊരു ഏരിയ അല്ല, അത്യാവശ്യം നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു കടലാണ്. അതിലേക്ക് ഇറങ്ങാൻ തന്നെ നമ്മൾ സമയം എടുക്കും. ബട്ട് ഹവർ നമ്മൾ അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ഏരിയ നമ്മളുടെ സെഷനിൽ കവർ ചെയ്യാണ്. ദാറ്റ്സ് നത്തിങ് അതർ ദാൻ ലോജിക്കൽ ഫാലസീസ്. ലോജിക്കൽ ഫാലസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ ദ ഔട്ട്സെറ്റ് ഇറ്റ് സെൽഫ് വി ക്യാൻ സേ ദാറ്റ് നമ്മളിപ്പോ സാധാരണ നമ്മൾ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ലാംഗ്വേജിൽ ചിലപ്പോൾ ഗ്രമാറ്റിക്കൽ എറേഴ്സ് വരാം. വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന സാധനത്തിന്റെ മീനിങ് വേറെ രീതിയിലേക്കൊക്കെ കൺവേ ചെയ്യപ്പെട്ടേക്കാം. ഇതുപോലെ ജസ്റ്റ് തിങ്ക് അബൌട്ട് മിസ്റ്റേക്സ് ഹാപ്പനിങ് ഇൻ ദ തിങ്കിങ്. നമ്മളുടെ തിങ്കിങ് പ്രോസസ്സിൽ വരുന്ന തിങ്കിങ് മിസ്റ്റേക്സിനെ നമുക്ക് വേണമെങ്കിൽ ഫാലസി എന്ന് വിളിക്കാം. കുറച്ചുകൂടെ അതിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ പറയുകയാണെങ്കിൽ എറർ ഇൻ റീസണിങ്, നമ്മളുടെ റീസണിങ്ങിൽ വരുന്ന എറേഴ്സിനാണ് സാധാരണ ലോജിക്കൽ ഫാലസി എന്ന് പറയാറുള്ളത്. നമ്മൾ സാധാരണ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിലും നമ്മുടെ ഡിബേറ്റുകളിലും ആർഗ്യുമെന്റ്സിലും അഡ്വർടൈസ്മെന്റുകളിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫാലസീസ് കണ്ടുവരാറുണ്ട്. ഫാലസീസ് കൃത്യമായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്രൂവ് അവർ കോൺവെർസേഷൻസ്. നമ്മളുടെ ആർഗ്യുമെന്റ്സും മറ്റൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നമുക്ക് സാധിക്കും. ലോജിക്കൽ ഫാലസി രണ്ട് തരത്തിലാണ് വരുന്നത്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഇത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇഫ് ദ ഫാലസി ഓർ ദ ഫ്ലോ ഹാപ്പൻഡ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ സെന്റൻസസ്, അതിനാണ് നമ്മൾ ഫോർമൽ ഫാലസി എന്ന് പറയാം. സ്ട്രക്ചർ വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനാണ് ഫോർമൽ ഫാലസി എന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ഫ്ലോ ഈസ് ഇൻ ദ കണ്ടന്റ്, അതിനാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസി എന്ന് പറയാം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫോർമൽ ഫാലസിയാണ്. ഇൻഫോർമൽ ഫാലസി, ആസ് യു ക്യാൻ റീഡ് ഹിയർ, കണ്ടന്റിലോ ലാംഗ്വേജിലോ റെലവൻസിലോ ഒക്കെ പ്രശ്നം വരുന്ന രീതിയിൽ എറർ ഇൻ റീസണിങ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസി എന്ന് പറയാം. തിയറി പാർട്ടാണ്, കുറച്ച് നമുക്ക് അതിന്റെ ഉദാഹരണങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഓരോന്നായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഇൻഫോർമൽ ഫാലസി ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇവിടെ കുറച്ചെണ്ണം മാത്രമാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ദർ ആർ സോ മെനി ടൈപ്സ്. അതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. To make things easier, we can classify informal fallacy into three: fallacies of relevance, fallacies of ambiguity, fallacies of presumption. ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഇതിന്റെ അണ്ടറിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഫാലസീസ് വരുന്ന രീതിയിലാണ് നമുക്ക് ഇൻഫോർമൽ ഫാലസി വരുന്നത്. എന്തെങ്കിലും ചോദിച്ചതാണോ? അതർവൈസ് പ്ലീസ് ട്രൈ ടു മ്യൂട്ട് ദ മൈക്ക്. ഓക്കെ. ഫാലസീസ് ഓഫ് റെലവൻസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സംശയമല്ല, വേറെ എന്തെങ്കിലും അറിയാണ്ട് കോൺവെർസേഷൻ വന്നതാണെങ്കിൽ മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. ഫാലസീസ് ഓഫ് റെലവൻസിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താണ് ഫാലസീസ് ഓഫ് റെലവൻസ് എന്നോട് ഉദ്ദേശിച്ചിട്ടുള്ളത്? യൂസിങ് ഇറലവന്റ് ഇൻഫോ ടു ഡിസ്ട്രാക്ട് ഫ്രം ദ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന ഒരു സ്റ്റൈലാണ് ഫാലസീസ് ഓഫ് റെലവൻസിൽ വരുന്നത്. അതിന്റെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് അഡ്ഹോമിനം ഫാലസി ഒക്കെ, റെഡ് ഹെറിംഗ് ഫാലസി ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം. ഫാലസീസ് ഓഫ് ആംബിഗിറ്റി എന്ന് പറയുമ്പോൾ യൂസിങ് കൺഫ്യൂസിങ് ഓർ വേഗ് ലാംഗ്വേജ്. ലാംഗ്വേജിൽ നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക, വേഗ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക, ആ രീതിയിൽ ആംബിഗിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുക, സംശയം ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇതിനെയാണ് നമ്മൾ ഫാലസീസ് ഓഫ് ആംബിഗിറ്റി എന്ന് പറയാം. അതില് കുറെ ടൈപ്പുകളുണ്ട്. അതിൽ പെട്ട ഒരെണ്ണമാണ് ഇക്വിവൊക്കേഷൻ, മറ്റൊരെണ്ണമാണ് ആംഫിബോളി. ഇക്വിവൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരേ വാക്ക് തന്നെ ഒരേ സെന്റൻസിൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പൊ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും, ആംബിഗിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഇക്വിവൊക്കേഷൻ. ഉദാഹരണം, ലൈറ്റ് തിങ്സ് ക്യാൻ ബി ഡാർക്ക്, ഫെദർ ഈസ് ലൈറ്റ് സോ നോട്ട് ഡാർക്ക്. അവിടെ ലൈറ്റ് എന്നുള്ളത് ആദ്യത്തില് പ്രകാശം എന്ന അർത്ഥത്തിലും രണ്ടാമത്തത് മൃദുവായത് എന്ന അർത്ഥത്തിലുമാണ് ഉപയോഗിച്ചത്. സോ അങ്ങനെ ഒരു സെയിം മീനിങ്ങിൽ സെയിം വേർഡ് രണ്ട് മീനിങ്ങിൽ ഒരു സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പരിപാടിക്ക് പറയുന്നവരാണ് ഇക്വിവൊക്കേഷൻ. ആൻഡ് വി ആൾസോ ഹാവ് ആംഫിബോളി. ആംഫിബോളി എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾക്ക് രണ്ട് കൈൻഡ് ഓഫ് മീനിങ് നമുക്ക് ആലോചിക്കാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് മീനിങ് നമ്മൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലേക്ക് വരും. ഐ സോ ദ മാൻ വിത്ത് ദ ടെലസ്കോപ്പ്. ഇതിന് നമുക്ക് രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് തോന്നിപ്പോകും.
ഐ സോ ദ മാൻ വിത്ത് ദ ടെലസ്കോപ്പ്. ഞാൻ ആ മനുഷ്യനെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടു. ആൻഡ് വി ആൾസോ ഹാവ് അനദർ സ്കോപ്പ്. ഐ സോ ദ മാൻ വിത്ത് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ഞാൻ ആ മനുഷ്യനെ കണ്ടു. ഈ കൈൻഡ് ഓഫ് സെന്റൻസസിനാണ് നമ്മൾ ആംഫിബോളി എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ ഫാലസി ഓഫ് ആംഫിബോളി എന്ന് പറയാറുള്ളത്. ആൻഡ് ഫൈനലി ഫാലസീസ് ഓഫ് പ്രിസംഷൻ. ഫാലസീസ് ഓഫ് പ്രിസംഷനിൽ നമ്മൾ ചെയ്യുന്നത് അസ്യൂമിങ് സംതിങ് വിത്തൗട്ട് പ്രോപ്പർ എവിഡൻസ്. ഒരു എവിഡൻസ് ഇല്ലാണ്ട് നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യാണ്. പ്രിസംഷൻ എന്ന വാക്കിന്റെ അർത്ഥം അനുമാനം എന്നൊക്കെ രീതിയിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അതുകൊണ്ട് നമ്മൾ അങ്ങ് അനുമാനിക്കുകയാണ് വിത്തൗട്ട് എനി പ്രോപ്പർ എവിഡൻസ്. വി ആർ ജസ്റ്റ് സെയിങ് അവർ അനുമാനം, അവർ അസംഷൻസ്. ഇതിനാണ് നമ്മൾ പ്രിസംഷൻ എന്ന് പറയാം. ഹാസ്റ്റി ജനറലൈസേഷൻ ഇസ് എ ഗുഡ് എക്സാമ്പിൾ. ഏതോ രണ്ട് മാത്സ് ടീച്ചേഴ്സ് ഭയങ്കര 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 ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളങ്ങ് ജനറലൈസ് ചെയ്യാണ്, എല്ലാ മാത്സ് ടീച്ചേഴ്സും കണക്കാണ്, ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും വേണ്ടത് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ നമ്മൾ ടോട്ടലി ജെൻസി മൊത്തം അലമ്പാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ എന്താക്കുക, ജനറലൈസ് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് എന്തില്ല, വി ഡോണ്ട് ഹാവ് പ്രോപ്പർ എവിഡൻസ് ആൻഡ് വി ആർ ജസ്റ്റ് അസ്യൂമിങ് സംതിങ്. ഇതിനാണ് നമ്മൾ ഫാലസീസ് ഓഫ് പ്രിസംഷൻ എന്ന് പറയാം. അതിൽ സ്ലിപ്പറി സ്ലോപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ടൈപ്സ്, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷനിലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഫാലസീസ് ഓഫ് ആംബിഗ്വിറ്റി. ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് വൺ, ഇക്വിവൊക്കേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു വേർഡ് മൾട്ടിപ്പിൾ മീനിങ്സിൽ സെയിം ആർഗ്യുമെന്റിൽ ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ മാത്രം നോക്കിയാൽ മതി, മറ്റേത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഒരുപാട് കൺഫ്യൂസിങ് ആവാതിരിക്കാൻ യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഓൺലി. ഒരേ വേർഡ് മൾട്ടിപ്പിൾ മീനിങ്സിൽ ഒരു ആർഗ്യുമെന്റിൽ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. The sign said fine for parking here, so it must be okay to park. നമ്മളിപ്പോ ഈ ഫൈൻ ഫോർ പാർക്കിംഗ് ഹിയർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താ വേണം, ആ ഒരു ഫൈൻ രണ്ടർത്ഥത്തിലും സാധ്യമാണ്. അല്ലെങ്കിൽ ദ ഫെദർ ഈസ് ലൈറ്റ്, വാട്ട് ഈസ് ലൈറ്റ് കനോട്ട് ബി ഡാർക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം. അപ്പോൾ വാച്ച് ഫോർ ദ ഷിഫ്റ്റ്സ് ഇൻ വേർഡ്സ് മീനിങ്. ഒരേ വേർഡ് 2 മീനിങ്ങിൽ ഉപയോഗിക്കുന്ന രീതിയിൽ സെന്റൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അത് ഇക്വിവൊക്കേഷൻ ആണ് എന്ന് പറയാം. ഫാലസി ഓഫ് കമ്പോസിഷൻ ആണ് അടുത്തായിട്ട് വരുന്നത്. ഫാലസി ഓഫ് കമ്പോസിഷനിൽ വരുന്നത് അസ്യൂമിങ് വാട്ട് ഈസ് ട്രൂ ഫോർ ദ പാർട്സ് മസ്റ്റ് ആൾസോ ബി ട്രൂ ഫോർ ദ ഹോൾ. ഒരു വസ്തുവിന്റെ ചെറിയ ചെറിയ പാർട്ടുകൾക്ക് ശരിയാകുന്ന കാര്യങ്ങൾ, അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ആ ഒരു ഹോൾ, ആ ഒരു വസ്തുവിന് മൊത്തത്തിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നതിനാണ് നമ്മൾ ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം നോക്കുമ്പോൾ ക്ലിയർ ആകും. ഇപ്പൊ എല്ലാ വസ്തുക്കളും ആറ്റംസ് കൊണ്ടാണ് ഒരു എന്താണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആറ്റംസ് ആണ്. അപ്പൊ ആറ്റംസ് ആർ ഇൻവിസിബിൾ. ആറ്റംസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. therefore everything made of atom must be invisible. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫാലസി അവിടെ ഉണ്ട് നമുക്കറിയാം. ഈ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു എററിൽ റീസണിംഗിൽ എറർ വന്നിട്ടുണ്ടെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ആ എററിന്റെ പേരാണ് ഫാലസി ഓഫ് കമ്പോസിഷൻ. കാരണം അവിടെ എന്താ ചെയ്തത്, ഒരു വസ്തുവിന്റെ ഒരു പാർട്ടിന് നമ്മൾക്ക് ശരിയാകുന്ന ഒരു കാര്യം നമ്മൾ എന്താക്കാണ്, വി ആർ സിംപ്ലി അസ്യൂമിങ് ദാറ്റ് ഇറ്റ് വിൽ ബി ട്രൂ ഫോർ ദ ഹോൾ ആൾസോ. ആറ്റം ഇൻവിസിബിൾ ആണ്, അതുകൊണ്ട് തന്നെ ആറ്റം കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഇൻവിസിബിൾ ആയിരിക്കും. ദാറ്റ്സ് നോട്ട് ട്രൂ. ഇതിനെയാണ് നമ്മൾ ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറയാം. എവറി ബ്രിക്ക് ഇൻ ദ വാൾ ഈസ് സ്മോൾ. ചുമരിൽ വെച്ചിട്ടുള്ള എല്ലാ ബ്രിക്കും, എല്ലാ ഇഷ്ടികയും ചെറുതാണ്. therefore the wall itself must be small. അതുകൊണ്ട് വാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. അത് കേൾക്കുന്ന സമയത്ത് തന്നെ വി ആർ ക്ലിയർലി ഗെറ്റിംഗ് ദ ഈസ് സം മിസ്റ്റേക്ക്. ഇതിനാണ് നമ്മൾ ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിന് ഉള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഫീച്ചർ അത് ആ ഹോളിൽ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ വി ആർ കമ്മിറ്റിംഗ് എ ഫാലസി, ദാറ്റ്സ് ഫാലസി ഓഫ് കമ്പോസിഷൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഗുഡ് ടു ഗോ. ക്ലിയർ ആണോ? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഫാലസി ഓഫ് ഡിവിഷൻ. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, അസ്യൂമിങ് ദാറ്റ് വാട്ട് ഈസ് ട്രൂ ഫോർ ദ ഹോൾ മസ്റ്റ് ആൾസോ ബി ട്രൂ ഫോർ ഇറ്റ്സ് പാർട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ തിരിച്ച്, ആ ഒരു ഹോളിന് ശരിയാകുന്ന ഫീച്ചേഴ്സ് ഒക്കെ വി ആർ സിംപ്ലി അസ്യൂമിങ് ദാറ്റ് ഇറ്റ് മേ ആൾസോ ബി ട്രൂ ഫോർ ദ പാർട്സ്. ഒരു യൂണിവേഴ്സിറ്റി 100 കൊല്ലം പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ആ യൂണിവേഴ്സിറ്റിന്റെ ഭാഗം, അത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് എ ട്രൂ ഫാക്ട്. അപ്പൊ നമ്മൾ അങ്ങ് പറയാണ് അവിടെ പഠിപ്പിക്കുന്ന എല്ലാ പ്രൊഫസേഴ്സും
100 ഇയർ ആയിട്ടുണ്ടാവും, 100 വയസ്സായിട്ടുണ്ടാവും. കുറച്ചൊരു വേഗമായിട്ടുള്ള എക്സാമ്പിൾ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ കേക്ക് ടേസ്റ്റ് ഗ്രേറ്റ്, സോറി ദ കേക്ക് ടേസ്റ്റസ് ഗ്രേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കേക്ക് നല്ല രസമുള്ള കേക്കാണ്. അപ്പൊ നമ്മളങ്ങ് പറയാണ് സോ ഈച്ച് ഇൻഗ്രീഡിയൻ മസ്റ്റ് ടേസ്റ്റ് ഗ്രേറ്റ് ടു. അപ്പൊ ആ കേക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നല്ല അടിപൊളിയായിരിക്കും. ബിരിയാണി നല്ല രസമുണ്ട്, ബിരിയാണിയിലിട്ട എന്താണ് പട്ടയും ഗ്രാമ്പും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാൻ നമുക്ക് പറ്റൂല. കാരണം ഒരു ഹോളിന്റെ എല്ലാ ഫീച്ചേഴ്സും, അല്ലെങ്കിൽ ഒരു ഹോളിന് വരുന്ന ഫീച്ചേഴ്സും ഒക്കെ അതിന്റെ എല്ലാ പാർട്സിനും ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഇഫ് യു ആർ സെയിങ് സോ, വി ആർ കമ്മിറ്റിംഗ് എ ഫാലസി. ദാറ്റ്സ് ഫാലസി ഓഫ് ഡിവിഷൻ. കമ്പോസിഷനും ഡിവിഷനും മാറിപ്പോകണ്ട. കമ്പോസിഷനിൽ ഓരോ പാർട്ടിന്റെ ഫീച്ചർ നമ്മൾ ഹോളിനുണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നതാണ്. ഡിവിഷനിൽ ഹോളിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഫീച്ചർ പാർട്ടിന് വരുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഫാലസി ഓഫ് ഡിവിഷൻ. ആൻഡ് ഫൈനലി ആംഫിബോളി അല്ലെങ്കിൽ ആംഫിബോളജി എന്നും പറയാറുണ്ട്. ബോത്ത് ആർ ഓക്കെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? യൂസിങ് ഗ്രമാറ്റിക്കൽ ആംബിഗിറ്റി ഓർ പുവർ സെന്റൻസ് സ്ട്രക്ചർ ടു മിസ്ലീഡ് ഓർ കൺഫ്യൂസ്. ഇതാണ് ആംഫിബോളിയിൽ വരുന്നത്. ഗ്രമാറ്റിക്കൽ ആംബിഗിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം എന്താണ്? അവിടെ ഒരു മിസ്ലീഡിങ് പരിപാടി വരുന്നുണ്ട്. ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ കുറച്ച് പുവർ ആയതുകൊണ്ട് തന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനും നമ്മളെ മിസ്ലീഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതിന് രണ്ടർത്ഥങ്ങൾ തോന്നാം. ഇപ്പോ ഇവിടെ സേവ് സോപ്പ് ആൻഡ് വേസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ സോപ്പും വേസ്റ്റ് പേപ്പറും സേവ് ചെയ്യൂ എന്നൊരർത്ഥം കിട്ടാം. അതേസമയം വേറൊരു മീനിങ്ങും സംഭവിക്കാം. സോപ്പ് സേവ് ചെയ്യൂ, വേസ്റ്റ് പേപ്പർ വേസ്റ്റ് ചെയ്യൂ. ആ രീതിയിലും നമുക്ക് ഇതിന് എന്താക്കാം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ ഉണ്ടാകാം. ഡസ് ഇറ്റ് മീൻ സേവ് ബോത്ത് ഓർ സേവ് സോപ്പ് ബൈ വേസ്റ്റിംഗ് പേപ്പർ? ഇങ്ങനെ രണ്ട് രീതിയിൽ സാധ്യത വരുന്ന രീതിയിൽ സെന്റൻസ്, ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഭയങ്കര പുവർ ആയിട്ട് വരുമ്പോൾ ഉള്ള കൈൻഡ് ഓഫ് ഫാലസിക്ക് പറയുന്ന പേരാണ് ഫാലസി ഓഫ് ആംഫിബോളി. ഐ സോ ദ മെൻ വിത്ത് ദ ടെലസ്കോപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം. ഹൂ ഹാസ് ദ ടെലസ്കോപ്പ്? നോക്കുന്ന എന്റെ കയ്യിലാണോ അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന ആ വ്യക്തിയുടെ കയ്യിലാണോ എന്നുള്ളത് ദാറ്റ്സ് എ ഒബ്വിയസ് കൺഫ്യൂഷൻ. ആൻഡ് വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാകും. ഇപ്പോ ഫ്ലൈയിങ് പ്ലെയിൻസ് ഈസ് ഡേഞ്ചറസ് എന്ന് പറയുകയാണെങ്കിൽ, ഫ്ലൈയിങ് പ്ലെയിൻസ് ഈസ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ ഡേഞ്ചറസ് ആണെന്നുള്ള അർത്ഥം ഉണ്ടാകാം. അതേസമയം ദ ആക്ട് ഓഫ് ഫ്ലൈയിങ് എ എയറോപ്ലെയിൻ ഈസ് ഡേഞ്ചറസ്, ആ ഒരു പ്രവൃത്തി കുറച്ച് ഡേഞ്ചറസ് ആണ്. അങ്ങനെയും നമുക്ക് എന്താകാം, അസ്യൂം ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ ആംബിഗിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആംഫിബോളി. ഇതാണ് പ്രധാനപ്പെട്ട കുറച്ച് ഫാലസീസ് ഓഫ് ആംബിഗിറ്റി. ആൻഡ് നൗ വി ആർ മൂവിംഗ് ടു ഫാലസീസ് ഓഫ് റെലവൻസ്. ഫാലസീസ് ഓഫ് റെലവൻസ്. ഫാലസീസ് ഓഫ് റെലവൻസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ആഡ് ഹോമിനം, അഗെയിൻസ്റ്റ് ദ പേഴ്സൺ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വളരെ സാധാരണ നമ്മൾ ന്യൂസ് അവറിലൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാണ്. ഇവിടെ എന്താ, നമ്മൾ ആ ഒരു വ്യക്തിക്കെതിരെ നമ്മൾ തിരിയാണ്, വ്യക്തിഹത്യ നടത്തുക എന്നൊക്കെ പറയും. അറ്റാക്കിംഗ് ദ പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ്സിംഗ് ദെയർ ആർഗ്യുമെന്റ്. അവരുടെ ആർഗ്യുമെന്റിനെ അഡ്രസ് ചെയ്യാതെ ആ വ്യക്തിയെ എന്താക്കുക, ഹത്യ ചെയ്യുന്ന രീതിയിലേക്ക്, അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ വി ആർ കമ്മിറ്റിംഗ് എ ഫാലസി. ദാറ്റ്സ് അഡ് ഹോമിനം ഫാലസി. അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഫാലസിയാണ് നമ്മൾ അവിടെ കമ്മിറ്റ് ചെയ്യുന്നത്. യു കാൻ ട്രസ്റ്റ് ദ ഒപ്പീനിയൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഹി ഡസൻറ്റ് ഈവൻ ഹാവ് ഡിഗ്രി ഇൻ സയൻസ്. ഓൻ പറയുന്നൊന്നും കേൾക്കണ്ട, ഓൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. ആ ഒരു കൈൻഡ് ഓഫ് സാധനം. ഓൻ പറയുന്ന ആർഗ്യുമെന്റിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പറയാന്നല്ലാണ്ട് ഓൻ എന്താണ് ഓന്റെ യോഗ്യത അല്ലെങ്കിൽ ഓനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതിൽ ഒരു അർത്ഥമല്ല. സോ ഇഫ് വി ആർ ഡൂയിങ് സോ, വി ആർ കമ്മിറ്റിംഗ് എ ഫാലസി, അഡ് ഹോമിനം ഫാലസി. ഇവിടെ നമുക്ക് ഓർത്തു വെക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് പോകുന്നുണ്ട്. ഉദാഹരണങ്ങളൊക്കെ PYQ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. വ്യക്തിയിലേക്കാണ് ഫോക്കസ് പോകുന്നത്, നോട്ട് ദ ആർഗ്യുമെന്റ്. ദെൻ വി ക്യാൻ കൺക്ലൂഡ് ദിസ് ഈസ് അഡ് ഹോമിനം ഫാലസി. നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു ആർഗ്യുമെന്റ്, ഒരു ഡിബേറ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മളുടെ അടുത്തുള്ള പോയിന്റ് തീർന്നു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് വി ഓഫൻ ഡൂ ദാറ്റ്. അഡ് ഹോമിനം ഫാലസി ചെയ്യാറുണ്ട്. ദെൻ വി ആർ മൂവിങ് ടു സ്ട്രോമാൻ ഫാലസി. സ്ട്രോമാൻ ഫാലസി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്ട്രോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, വൈക്കോൽ മനുഷ്യനെ പോലെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദ ആർഗ്യുമെന്റ് ഈസ് മെയ്ഡ് ലൈക്ക് എ സ്ട്രോമാൻ ഈസിലി നോക്ക് ഡൗൺ. വളരെ സിമ്പിൾ ആയിട്ട് തട്ടിടാൻ പറ്റുന്ന ഒരു
ഒരു വൈക്കോൽ പ്രതിമ കണക്കെ ആർഗ്യുമെന്റിനെ മാറ്റിക്കളയുക എന്നുള്ളതാണ് സ്ട്രോമാൻ ഫാലസിയിൽ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വേർഡൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ മിസ്റെപ്രസെന്റിങ് ഓർ എക്സാജറേറ്റിംഗ് സമ്മൺസ് ആർഗ്യുമെന്റ്സ് ടു അറ്റാക്ക് ഇറ്റ് ഈസിലി. ഒരാൾ പറയുന്ന ഒരു സാധനത്തെ നമ്മൾ എന്താക്കാണ് അങ്ങ് വളച്ചൊടിച്ച് അതിനെ എക്സാജറേറ്റ് ചെയ്ത് ആ ആർഗ്യുമെന്റിനെ പരമാവധി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് സ്ട്രോമാൻ ഫാലസിയിൽ വരുന്നത്. ഇതാണ് സ്ട്രോമാൻ ഫാലസി. വി ഷുഡ് ഹാവ് സ്ട്രിക്റ്റർ ഗൺ കൺട്രോൾ. നമ്മൾ നല്ല സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു ഗൺ കൺട്രോൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അടുത്ത ആൾ അതിനെ ആ ഒരു പറഞ്ഞ ആർഗ്യുമെന്റിനെ അങ്ങ് മിസ്റെപ്രസെന്റ് ചെയ്ത് അതിനെ വളച്ചൊടിച്ച് ആകെ കൈ കൊടുക്കുക. സോ യു വാണ്ട് ടു ടേക്ക് അവേ എവരി വൺസ് ഗൺസ് ആൻഡ് ലീവ് അസ് ഡിഫൻസ്ലെസ്. അപ്പൊ ഇനി പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവരുടെ തോക്കൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെക്കണം, എന്നിട്ട് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് വെടി കൊള്ളണം എന്നാണ് പറയുന്നത്. പറഞ്ഞ് അങ്ങ് ആ പറഞ്ഞ വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അതിനങ്ങ് ഇല്ലാണ്ടാക്കി കളയാം. ഇപ്പൊ എന്തെങ്കിലും ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ നമ്മൾ റെഗുലേഷൻസ് കൊണ്ടുവരണം എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, ആ പറഞ്ഞ സാധനത്തെ ഒന്നാകെ വലിച്ചെടുക്കുക. ഈ എന്താ പറയുന്നത്, ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലാണോ, എങ്ങനെ ഇപ്പൊ ഈ കാലത്തൊക്കെ എങ്ങനെയാണ് ഇൻഡസ്ട്രികളൊന്നും ഇല്ലാതെ ജീവിച്ചു പോവുക, നമ്മൾക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ കിട്ടുന്ന ഇൻഡസ്ട്രി തന്നെയല്ലേ. ഓൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, കുറച്ചൊരു റെഗുലേഷൻ വരുത്താന്നുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു ആവശ്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വളച്ചൊടിച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സ്റ്റൈലാണ് സ്ട്രോമാൻ ഫാലസി. അപ്പൊ ആ ഒരു ടേം ഓർത്തു വെക്കുക. ഒരു വൈക്കോൽ പ്രതിമ നമുക്ക് വളരെ ഈസി ആയിട്ട് തട്ടിടാൻ പറ്റും. ഇതേപോലെ തന്നെ ഒരാളൊരു നല്ല ആർഗ്യുമെന്റ് പറയുന്ന സമയത്ത് അതിനെ അങ്ങ് വളച്ചൊടിച്ച് മിസ്റെപ്രസെന്റ് ചെയ്ത് എക്സാഗ്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന സ്റ്റൈലിനാണ് നമ്മൾ സ്ട്രോമാൻ ഫാലസി എന്ന് പറയാം. ഒപ്പോണൻസ് ആർഗ്യുമെന്റ് ഈസ് ട്വിസ്റ്റഡ് ഓർ സിംപ്ലിഫൈഡ്. ഒരു പറഞ്ഞ സാധനത്തെ നമ്മളങ്ങ് എന്താക്കി ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു, അതിനങ്ങ് എന്താണ് ഇല്ലാണ്ടാക്കി കളയുക, അതിനെ വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുക. ഇതൊക്കെയാണ് സ്ട്രോമാൻ ഫാലസിയിൽ വരുന്ന പരിപാടി. അടുത്തത് അപ്പീൽ ടു അതോറിറ്റി, ആർഗ്യുമെന്റും ആഡ് വെറക്യൂഡിയം. ഈ പേരുകൾ ഓർത്തു വെക്കണം കേട്ടോ. ഇത് ഓർത്തു വെക്കണം എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഇങ്ങനെ ഈ ടേം ഉപയോഗിക്കാറുണ്ട്. അപ്പീൽ ടു അതോറിറ്റി എന്നുള്ള ഇംഗ്ലീഷ് ടേം തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇതായിരിക്കും ചിലപ്പോൾ അടുത്ത റിവൈക്കിൽ വരാൻ പോകുന്ന ഒരു ടേം. അപ്പൊ ഈ ടേം അറിയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസെപ്റ്റ് കിട്ടൂല. അപ്പൊ ആ ഒരു സാധനം ഓർത്തു വെക്കുക. ആർഗ്യുമെന്റും ആഡ് വെറക്യൂഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് ഫ്രം റെസ്പെക്ട് ഓർ റെവറൻസ്. ഒരാള് ക്ലെയിമിങ് സംതിങ് ഈസ് ട്രൂ ബിക്കോസ് എൻ അതോറിറ്റി സേസ് സോ. അത് ഒരു അതോറിറ്റി പറഞ്ഞതാണ്, അപ്പൊ അത് ശരിയാകും. ഈവൻ ഇഫ് ദ അതോറിറ്റി ഈസ് നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ് ഫീൽഡ്. അതൊന്നും ഒരു ആവശ്യമില്ല. ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആണോന്നോ മറ്റൊന്നും നോക്കുന്നില്ല, അതോറിറ്റി പറഞ്ഞതാണ്, അപ്പൊ അത് എന്തായാലും ഉഷാറാകും. ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണ് ബൂസ്റ്റ് ഒക്കെ കുടിച്ചത്. സച്ചിൻ പറഞ്ഞു, പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു, വന്നോലും പോയോലൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താക്കി, ബൂസ്റ്റിന് ലോകത്താകമാനം ഭയങ്കരമായിട്ടുള്ള പ്രചാരം കിട്ടി. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ബൂസ്റ്റ് എടുക്കാൻ തുടങ്ങി, മക്കൾക്ക് ബൂസ്റ്റ് എടുക്കാൻ തുടങ്ങി. അതിലെ ഇൻഗ്രീഡിയൻസോ മറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല. വി ആർ സിംപ്ലി ലുക്കിംഗ് അറ്റ് വൺ തിങ്. ഒരു അതോറിറ്റി ഫിഗർ ആണ് പറയുന്നത്, സോ അതെന്തായാലും ഉഷാറായിരിക്കും. ദാറ്റ്സ് അപ്പീൽ ടു അതോറിറ്റി. ഏതെങ്കിലുമൊക്കെ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു ഫേമസ് ആക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോവാം. അവരത് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരത് പറയാൻ അർഹനാണോ, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ദിസ് ഈസ് അപ്പീൽ ടു അതോറിറ്റി, ആർഗ്യുമെന്റും അഡ് വെറക്യൂഡിയം എന്നും പറയുന്നു. ഇതൊക്കെ ഏത് ഡോക്ടേഴ്സ് ആണ്, ഏതെങ്കിലും മോഡൽസ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല. ഡോക്ടർ റെക്കമെൻഡഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചാടി ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളുടെയൊക്കെ കൺസ്യൂമർ ബിഹേവിയർ സിംപ്ലി ഒന്ന് ആലോചിച്ചാൽ മതി. വി ആർ നോട്ട് ലോജിക്കൽ, വി ആർ ടോട്ടലി ഇറേഷണൽ. ഓക്കെ. ബാൻഡ്വാഗൺ ഫാലസി എന്ന് പറയുന്നത്, അതിന് വേറെ പേരുണ്ട്, ആഡ് പോപ്പുലം അല്ലെങ്കിൽ അപ്പീൽ ടു പോപ്പുലാരിറ്റി, ഇങ്ങനെയൊക്കെ പേരുകൾ വരാറുണ്ട്. ഏത് വന്നു കഴിഞ്ഞാലും ഏകദേശം സമാനമായിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ബാൻഡ്വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ടു ദ പീപ്പിൾ എന്നാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. ആഡ് പോപ്പുലം എന്ന് പറഞ്ഞാൽ ടു ദ പീപ്പിൾ, ബിലീവിങ് സംതിങ് ഈസ് ട്രൂ ബിക്കോസ് മെനി പീപ്പിൾ ബിലീവ് ഓർ ഡു ഇറ്റ്. കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ അത് ശരിയായിരിക്കും. കുറെ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് അത് ശരിയായിരിക്കും. ബാൻഡ്വാഗൺ. ഇതിന് ഉദാഹരണം, എവ്രി വൺ ഈസ് ബൈങ് ദ ഫോൺ, ഇറ്റ് മസ്റ്റ് ബി ദ ബെസ്റ്റ്. എല്ലാവരും ഐഫോൺ ഉണ്ട്, അപ്പൊ അത് ഭയങ്കര ഉഷാറായിരിക്കും. ഓൾ മൈ ഫ്രണ്ട്സ് സ്കിപ്ഡ് ക്ലാസ്, സോ ഇറ്റ്സ് ഫൈൻ ടു ഡു ടു. എല്ലാവരും ക്ലാസ് ഭംഗി ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഭംഗിയിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എല്ലാവരും കോപ്പി അടിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ കോപ്പി അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പോപ്പുലാരിറ്റി ഒന്നിനെയും സത്യമാക്കുന്നില്ല എന്ന് ഓർത്തു വെച്ചാൽ ഈ ഫാലസിയിൽ നമുക്ക് രക്ഷപ്പെടാം.
ഈ പേര് എങ്ങനെ വന്നു എന്നുള്ളത് ബാൻഡ് വാഗൺ. ആ പേര് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. ഒരു വാഗൺ, ഒരു വാഹനത്തിൽ, ഒരു വ്യൂഹത്തിൽ ബാൻഡായിട്ട് പോകുന്ന സമയത്ത്, പാട്ടും മ്യൂസിക്കൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഓൾ ദ പീപ്പിൾ വിൽ അക്കമ്പനി ദം. ഈ പരിപാടിക്ക് പറയുന്ന പേരാണ് ബാൻഡ് വാഗൺ ഫാലസി, ആഡ് പോപ്പുലർ. ഒരു ഒരു ആളുകള് മൊത്തത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരു സാധനം, അപ്പൊ ഫാഷനബിൾ ആയിട്ട് പോകുന്ന സാധനം, അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം, അത് നമ്മളും അതിന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് ബാൻഡ് വാഗൺ ഫാലസിയിൽ വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ഒരു ടേം ഓർത്തു വെക്കുക, ബാൻഡ് പ്ലസ് വാഗൺ. അപ്പീൽ ടു ഇമോഷൻ, അപ്പീൽ ടു പിറ്റി, പല പേരിൽ വരാറുണ്ട്. അപ്പീൽ ടു പിറ്റി എന്ന് പറഞ്ഞാലും അപ്പീൽ ടു ഇമോഷൻ എന്നൊക്കെ പറഞ്ഞാലും ഏകദേശം സെയിം ആണ്. പാത്തോസ് ബേസ്ഡ് ഫാലസി. പാത്തോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അരിസ്റ്റോട്ടലിന്റെ റെട്രിക് ട്രയാങ്കിളിലെ ഒരു പ്രധാനപ്പെട്ട ടേമാണ് പാത്തോസ്. എത്തോസും പാത്തോസും ലോഗോസും ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നത്? അരിസ്റ്റോട്ടലിന്റെ പാത്തോസിൽ പറഞ്ഞതുപോലെ തന്നെ യൂസിങ് ഫിയർ, പിറ്റി, പ്രൈഡ്, ഗിൽറ്റ് ടു പെർസ്യൂഡ് ഇൻസ്റ്റെഡ് ഓഫ് ലോജിക്. ലോജിക് ഒന്നുമില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഫിയറും പിറ്റിയും നമ്മൾ ഇമോഷൻസിനെ ഉപയോഗിച്ച് ആളുകളെ പെർസ്യൂഡ് ചെയ്യുക, ആളുകളുടെ ആറ്റിറ്റ്യൂഡിലും ബിലീഫിലും ബിഹേവിയറിലൊക്കെ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്ന ഫാലസിയിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോ എന്താണ്, ഒരാളെന്തെങ്കിലും തെറ്റ് ചെയ്തു, പ്ലീസ് ഡോണ്ട് കൺവിക്ട് ഹിം, ഓനെ ശിക്ഷിക്കരുത്. ഹി ഹാസ് എ സിക്ക് മദർ ആൻഡ് യങ് ചിൽഡ്രൻ ടു ടേക്ക് കെയർ, അല്ലെങ്കിൽ ടു കെയർ ഫോർ. ഓനെ ശിക്ഷിക്കരുത്, ഓനക്ക് പ്രായമായിട്ടുള്ള ഒരു ഉമ്മണ്ട്, വാപ്പുണ്ട്, ചെറിയ മക്കൾ നോക്കാനുണ്ട്, അപ്പൊ ഓനെ ശിക്ഷിക്കരുത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓനെ ശിക്ഷിക്കരുത് എന്നുള്ളതിൽ ഓൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ വളരെ ലോജിക്കൽ ആയിട്ടുള്ള സാധനം. പക്ഷെ നമ്മൾ എന്താക്കാണ്, ഇമോഷൻ ഉപയോഗിച്ച്, പിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്താക്കാണ്, നമ്മളുടെ ആർഗ്യുമെന്റ് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫിയർ, പിറ്റി, പ്രൈഡ്, ഗിൽറ്റ് ഏത് വേണമെങ്കിലും വരാം. ഏത് കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉപയോഗിക്കുകയാണെങ്കിലും അപ്പീൽ ടു ഇമോഷൻ. സാധാരണ രീതിയിൽ നമ്മൾ ഈ പിറ്റി ഫീലിംഗ് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പീൽസ് ടു ഇമോഷൻ, മാനിപ്പുലേറ്റ് ഫീലിംഗ്സ് റേദർ ദാൻ പ്രൂവ് പോയിന്റ്സ്. അവിടെ നമുക്ക് ലോജിക് ഒന്നും ഉണ്ടാകില്ല. വി ആർ ഫോക്കസിങ് ഓൺ ദ ഇമോഷൻ. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫൺ അപ്പീൽ ടു പിറ്റി എന്നുള്ളതാണ് കാണാറുള്ളത്. അപ്പീൽ ടു ഇമോഷൻ ഈസ് എ ജനറൽ ടേം. അതിന്റെ ഒരു അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരെണ്ണാണ് അപ്പീൽ ടു പിറ്റി. ഓക്കെ, നൗ റെഡ് ഹെറിംഗ് ഫാലസി. ഹെറിംഗ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ കൈൻഡ് ഫിഷ്, ഒരു ബെയ്റ്റ് ഫിഷ് ആണ്. അതായത് ഇതൊന്ന് ജസ്റ്റ് അതിന്റെ ഒരു കഥ പറഞ്ഞുതരാം, നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആകും. ഹെറിംഗ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മീനാണ്, ഒരു ഫിഷ് ആണ്. അതിനെ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ ഈ ടേം എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു ഫിഷിനെ സ്മോക്ക് ചെയ്ത് ഹണ്ടിങ് ഡോഗ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യുന്ന ഒരു സ്റ്റൈല് പണ്ടുണ്ടായിരുന്നു. ഐ വിൽ ഷോ യു. ഇതിപ്പോ ഒരു ഹണ്ടിങ് ഡോഗ് ആണ്. ഈ ഹണ്ടിങ് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, അവര് എന്ത് സ്മെല്ല് വന്നു കഴിഞ്ഞാലും അവർ ഉദ്ദേശിച്ച ആ ഒരു റാബിറ്റിനെ തന്നെ പിടിക്കണം എന്ന് ഇതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമുണ്ട്. അപ്പൊ വാട്ട് ദേ ഡു, ഈ മീനിനെ ഒന്ന് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല സ്മെല്ല് വരും. അപ്പോ റാബിറ്റിന്റെ സ്മെല്ല് പിടിച്ചു പോകുന്ന നായ പെട്ടെന്ന് എന്താകും, മറ്റേതിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഇതാണ് റെഡ് ഹെറിംഗ് ഫാലസിയുടെ ഒരു ബേസിക് ഐഡിയ. അപ്പൊ റെഡ് ഹെറിംഗ് ഫാലസിൽ എന്താ ചെയ്യുന്നത്, ഇസ് എൻ അറ്റംപ്റ്റ് ടു മിസ്ലീഡ് ഓർ ഡിസ്ട്രാക്ട് ഫ്രം ദ റെലവെന്റ് ടോപ്പിക്. നായനെ സംബന്ധിച്ചിടത്തോളം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് റാബിറ്റ് ആയിരുന്നു. പക്ഷെ ആ റാബിറ്റിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് റെഡ് ഹെറിംഗിലേക്ക്, ആ ഒരു മീനിലേക്ക്, ഹെറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫിഷ്, അതിലേക്ക് അവരുടെ അറ്റൻഷൻ മാറ്റിക്കളയുക എന്നുള്ളതാണ് ഇവിടുത്തെ ട്രെയിനേഴ്സ് വൈൽ ദേ ട്രെയിനിങ് ദെയർ ഹണ്ടിങ് ഡോഗ്സ് അവർ ചെയ്തത് ആ പരിപാടിയാണ്. അപ്പൊ അത് നമ്മൾ ആർഗ്യുമെന്റിൽ കൊണ്ടുവരുമ്പോൾ അതിനാണ് നമ്മൾ റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറയുന്നത്. ഇവിടെ എന്താ നമ്മൾ നോക്കാം, ഡെഫിനിഷൻ നോക്കാം. ഇൻട്രൊഡ്യൂസിങ് ഇറലവന്റ് ഇൻഫർമേഷൻ ടു ഡിസ്ട്രാക്ട് ഫ്രം ദ റിയൽ ഇഷ്യൂ. ഒരു പ്രശ്നം വളരെ റിയൽ ആയിട്ട് റോ ആയിട്ട് നമ്മൾ മുമ്പിലുണ്ട്, ബട്ട് വി ആർ നോട്ട് അഡ്രസ്സിംഗ് ഇറ്റ്, വി ആർ സിംപ്ലി ഇൻട്രൊഡ്യൂസിങ് ആൻ ഇറലവന്റ് ഇൻഫർമേഷൻ ടു ഡിസ്ട്രാക്ട് ഫ്രം ദ മെയിൻ ഇഷ്യൂ. നമ്മൾ ചർച്ചക്കെടുത്ത വിഷയത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാത്തൊരു ടോപ്പിക് ഇടാം. അപ്പൊ നമ്മളൊരു ഡിബേറ്റ് കോമ്പറ്റീഷനിലേക്ക് ഇരിക്കുകയാണെങ്കിൽ വി ആർ നോട്ട് ഹാവിംഗ് ഇനഫ് പോയിന്റ്. അപ്പൊ നമ്മൾ എന്താക്കുക, ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ട് ഇടാം. ഇതിനാണ് റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓരോ ഫാലസിയും നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കാണാൻ പറ്റും. ഓക്കെ, നോക്കാം. ഇവിടുത്തെ ഉദാഹരണങ്ങൾ എന്താ? വൈ വറി അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് വെൻ ദർ ആർ സോ മെനി സ്റ്റാർവിംഗ് പീപ്പിൾ. നമ്മളിപ്പോ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ ചർച്ച നടക്കുകയാണ്. ടീച്ചർ ചോദിക്കാണ് അസൈൻമെന്റ് വെക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ, ലോകത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അസൈൻമെന്റുകൾ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ. അപ്പൊ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് നേരെ ഒട്ടും ബന്ധമില്ലാത്ത റിലവന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഇട്ട് അതൊന്ന് ഡിസ്ട്രാക്ട് ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് റെഡ് ഹെറിംഗ് ഫാലസി. ഇന്നിപ്പോ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്തോ ഒരു വിഷയത്തില് എങ്ങനെയോ ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ടേം മെൻഷൻ ആയിപ്പെട്ടു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോറിൻ ദ ഫേസ്
ഫേസിംഗ് ദ ഡോർ ടെക്നിക്ക്, നമ്മൾ കംപ്ലയൻസിന്റെ ടെക്നിക്കുകളും ടാക്ടിക്സ് ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നു കുട്ടികൾക്ക്. അപ്പോൾ അതിൽ ഇങ്ങനെ അതിന്റെ കുറച്ച് ടെക്നിക്കൽ പറഞ്ഞപ്പോൾ എങ്ങനെയോ ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് വന്നു. പിന്നെ നേരെ കുട്ടികളെ ചർച്ച ഡൈവേർട്ട് ആക്കി നമുക്ക് ബാംഗ്ലൂർക്ക് ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചായി പിന്നെ ചർച്ച. റെഡ് ഹെറിംഗ് ഫാലസിന്റെ ഒരു ലൈവ് എക്സാമ്പിൾ ആയിരുന്നു. സോ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ മെയിൻ ആർഗ്യുമെന്റ് ആൻഡ് മൂവിങ് ഫോർവേഡ്, അതിനാണ് നമ്മൾ റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറയുന്നത്. ഒരാള് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയാൻ പോകുന്ന സമയത്ത് വൈ കാൺ വറി അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് വെൻ ദർ ഇസ് എ വാർ ഗോയിങ് ഓൺ, നമ്മൾ ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് എന്താ സെമിന്റ് എന്ത് ക്ലൈമറ്റ് എന്നൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് റെഡ് ഹെറിംഗ് ഫാലസിന്റെ ഒരു ഉദാഹരണം. ഇനി അപ്പീൽ ടു ട്രഡീഷൻ ഒരുപാട് എക്സാമിനൊന്നും കണ്ടുവന്നിട്ടില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അസ്യൂമിങ് സംതിങ് ഈസ് ഗുഡ് ഓർ റൈറ്റ് ബിക്കോസ് ഇറ്റ്സ് ബീൻ ദർ ഫോർ എ ലോങ് ടൈം. കുറെ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റൂല, അത് നല്ലതാണ് എന്ന് അസ്യൂം ചെയ്യുന്നതിനാണ് നമ്മൾ അപ്പീൽ ടു ട്രഡീഷൻ എന്ന് പറയാം. വി ഹാവ് ഓൾവേസ് യൂസ്ഡ് ചോക്ക് ബോർഡ്, സോ വി ഷുഡിൻ സ്വിച്ച് ടു ദ സ്മാർട്ട് ബോർഡ്സ്. നമ്മൾ ആ ഒരു ട്രഡീഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൈൻഡ് ഓഫ് പരിപാടിക്ക് പറയുന്നതാണ് അപ്പീൽ ടു ട്രഡീഷൻ. ട്രഡീഷൻ എപ്പോഴും വളരെ ആപ്റ്റ് ആണ്, ശരിയാണ്, ഗുഡ് ആണ് എന്നുള്ളത് ഇല്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വി ആർ കമ്മിറ്റിംഗ് എ മിസ്റ്റേക്ക്, ദാറ്റ്സ് അപ്പീൽ, വി ആർ കമ്മിറ്റിംഗ് എ ഫാലസി, അപ്പീൽ ടു ട്രഡീഷൻ. ആൻഡ് വി ഹാവ് സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ. റീസെന്റ് എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ് സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ. ഒരു 10 മിനിറ്റിൽ മീറ്റിംഗ് അവസാനിക്കും. ഞാൻ ഒരു ലിങ്ക് കൂടെ സെൻഡ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ എന്തേലും ഇൻഫോർമേറ്റെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആക്കാം. കുറച്ച് പിവൈക്ക് നോക്കാലോ. ഓക്കെ, സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ, ഡിനൈയിങ് എ സ്ട്രോങ് ഇൻഡക്റ്റീവ് കൺക്ലൂഷൻ. വളരെ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമ്മളെ മുമ്പിൽ ഉണ്ടായിരിക്കെ. ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും ഒക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്. ഓക്കെ, എന്തായാലും അതിലേക്ക് നമുക്ക് കടക്കാം. റീസണിങ് നമ്മൾ ആ ഒരു പാർട്ടിലേക്ക് കടക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താണ് ഇത് കോൺസെപ്റ്റ് ആണ് ആദ്യം പറഞ്ഞുതരാം. വെരി സിംപ്ലി, സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലേസി റീസണിങ്, വളരെ ലാഘവത്തോടു കൂടെ ചെയ്യുന്ന നമ്മളുടെ ഒരു റീസണിങ് സ്റ്റൈലിനാണ് നമ്മൾ സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ എന്ന് പറയാം. ഇഗ്നോറിങ് ക്ലിയർ എവിഡൻസ് ഓഫ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യകാരണ ബന്ധമുണ്ട്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് സ്ലോത്ത്ഫുൾ ഇൻഡക്ഷനിൽ വരുന്നത്. ഇപ്പോ മെനി പീപ്പിൾ ഹു സ്മോക്ക് ഗെറ്റ് ലങ് ക്യാൻസർ, ദാറ്റ്സ് എ ഫാക്ട്. അപ്പോൾ ലങ് ക്യാൻസർ അതിന് സ്മോക്കിംഗ് കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്ട് ആണ്, ദാറ്റ്സ് എൻ എവിഡൻസ്. ബട്ട് നമ്മൾ പറയാണ് ബട്ട് സ്മോക്കിംഗ് ഡസൻ കോസ് ക്യാൻസർ. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ, ഡിനൈങ് ദ സ്ട്രോങ് ഇൻഡക്റ്റീവ് കൺക്ലൂഷൻ. ആ ഒരു ഇൻഡക്റ്റീവ് കൺക്ലൂഷനെ നമ്മൾ ഡിനൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആർഗ്യുമെന്റ് പറയുന്നതിനാണ് സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എവ്രിവൺ ഐ നോ ഹാസ് കോട്ട് എ കോൾഡ് ദിസ് വിന്റർ, ബട്ട് ഐ ഡോണ്ട് ബിലീവ് കോൾഡ്സ് ആർ കണ്ടാജിയസ്. എന്റെ അറിവിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സമയത്ത് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഐ ഡോണ്ട് ബിലീവ് കോൾഡ്സ് ആർ കണ്ടാജിയസ്. അവന്റെ മുമ്പിൽ കുറെ ആളുകൾക്ക് ഒരേ സമയത്ത് കോൾഡ് പിടിച്ചു എന്നുള്ളത് തന്നെ ഇത് കണ്ടാജിയസ് ആണെന്നുള്ളതിന് തെളിവാണ്. പക്ഷെ എന്നാലും ഞാനിത് ഒരു പരക്കുന്ന രോഗമാണ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ കമ്മിറ്റിംഗ് സ്ലോത്ത്ഫുൾ ഇൻഡക്ഷൻ ഫാലസി, ഡിനൈയിങ് ഒബ്വിയസ് കോഷ്യൽ എവിഡൻസ്. അതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ആയിട്ട് വരുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്. സൈക്കോളജിയിൽ കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡും നമ്മളുടെ ആക്ഷനും തമ്മിൽ കോൺട്രഡിക്ഷൻ വരുമ്പോൾ അതൊരു ഇന്റേണൽ ടെൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സാധനം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സ്മോക്കിംഗ് ഹാംഫുൾ ആണെന്നുള്ളത് അറിയാം, അത് നമ്മളുടെ ഐഡിയ, നമ്മളുടെ ഉള്ളിലുള്ള ബിലീഫാണ്, ഫേം ആയിട്ടുള്ള ബിലീഫാണ്. അറ്റ് ദ സെയിം ടൈം വി ഡു സ്മോക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക എന്നുള്ളത് ദാറ്റ്സ് എ വേ ടു റിസോൾവ് ദിസ് കോൺഫ്ലിക്ട്. അതർവൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ആ ഒരു സ്മോക്കിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യാം. അങ്ങനെ എത്ര ആൾക്കാർ എങ്ങനെയൊക്കെ മരിക്കുന്നുണ്ട്, സ്മോക്ക് ചെയ്തിട്ട് 90 വയസ്സ് 100 വയസ്സ് വരെ വളരെ സ്മൂത്ത് ആയിട്ട് ജീവിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്ത് നമ്മളെ സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ആൾസോ എ വേ. അതാണ് നമ്മൾ ഈ പറഞ്ഞ സ്ലോത്ത്ഫുൾ ഇൻഡക്ഷന്റെ ഒക്കെ ഉദാഹരണങ്ങളൊക്കെ സാധാരണ വന്നു കാണുന്ന ഒരു സാധനം.
അടുത്തതായിട്ട് സൺകോസ്റ്റ് ഫാലസി. സൺകോസ്റ്റ് ഫാലസി ഇതും നമ്മളൊക്കെ ചെയ്യാറുള്ള പരിപാടിയാണ്. എക്കണോമിക്സിൽ ഒരു ടേമാണ് സൺകോസ്റ്റ്. ആ ടേമിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നമുക്ക് തിരിച്ചു കിട്ടൂല എന്നുള്ളതാണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക്സിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ആൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് എന്താകൂല റീകവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ ഒരു ഫാലസി ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഫാലസിയിൽ ഈ ടേമിലുള്ള റെലവൻസ് എന്താണ്? Continuing a behavior or investment because of the prior resources spent, even when it's irrational. നമുക്കൊരു ആവശ്യമില്ല, ഇറേഷണൽ ആണ്, ഇറലവന്റ് ആണ് എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ നമ്മൾ ആൾറെഡി ഇൻവെസ്റ്റഡ് ആയി, ആൾറെഡി കമ്മിറ്റഡ് ആയി, ആൾറെഡി അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മൾ അതിൽ തുടരുക. ഇതിനാണ് നമ്മൾ എന്താ പറയാ, സൺകോസ്റ്റ് ഫാലസി എന്ന് പറയാം. ഐ ഹാവ് ആൾറെഡി സ്പെൻഡ് 5 years on this project, so I can't quit now even though it's failing. ആൾറെഡി എന്താണ്, സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു, സിനിമ ഭയങ്കര ബോറാണ്, എന്നാലും ഫുള്ള് അവസാനം വരെ കാണാം. ആൾറെഡി ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, 2 കൊല്ലമായി, ഇത് എന്തായാലും തോൽക്കുന്നൊക്കെ അറിയാം, എന്നാലും കണ്ടിന്യൂ ചെയ്യുക. സൺകോസ്റ്റ് ഫാലസിയാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സാധനം നമ്മൾക്കൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് സൺകോസ്റ്റ് ഫാലസിയുടെ ഒരു ബേസിക് ഐഡിയ. പാസ്റ്റ് കോസ്റ്റ്, റീസൺ ടു കണ്ടിന്യൂ. ഇതാണ് സൺകോസ്റ്റ് ഫാലസി. ആൻഡ് ഗാംബ്ലേഴ്സ് ഫാലസി ഇസ് ദ ഫ്രം ഗാംബ്ലിംഗ് ആ ഒരു ടേം എന്നാണ് വരുന്നത്. അസ്യൂമിങ് പാസ്റ്റ് റാൻഡം ഇവന്റ്സ് അഫക്ട് ഫ്യൂച്ചർ ഔട്ട്കംസ്. നമ്മൾ റാൻഡം ആയിട്ടുള്ള നമ്മളെ പാസ്റ്റ് ഇവന്റ്സ് നമ്മളെ ഫ്യൂച്ചറിൽ ഔട്ട്കംസിനെ അഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ വെറുതെ വിചാരിക്കുക. ഞാനൊരു 5 വട്ടം നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്, അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ജെആർഎഫ് കിട്ടും, അല്ലെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും ക്വാളിഫൈ ചെയ്യും. ഗാംബ്ലേഴ്സ് ഫാലസിയാണ്. ഞാൻ ആരെ ഡിമോട്ടിവേറ്റ് ചെയ്യല്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വി ആർ കമ്മിറ്റിംഗ് ഗാംബ്ലേഴ്സ് ഫാലസി. Believing that chance events are due to happen. The last 5 coin flips were head, so the next one must be tail. ആദ്യത്തെ 5ഉം ഹെഡ് ആയിരുന്നു, ഇനി ചെയ്യുമ്പോൾ എന്തായാലും ടെയിൽ ആയിരിക്കും. അങ്ങനൊന്നുമില്ല. ഇഫ് വി ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്, വി ആർ കമ്മിറ്റിംഗ് എ ഫാലസി, ദാറ്റ്സ് ഗാംബ്ലേഴ്സ് ഫാലസി. മേ ബി നെറ്റ് എക്സാമിന്റെ കേസിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്, കാരണം നമ്മൾ ഓരോ തവണ എഴുതുമ്പോഴും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുന്നുണ്ട്. ആ നിലയ്ക്ക് എനിക്ക് അടുത്ത പ്രാവശ്യം കിട്ടും എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്നെ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആണെന്നുള്ള ബോധ്യത്തിൽ പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതല്ലാണ്ട് നമ്മൾ കുറെ വട്ടം എഴുതിക്കൊണ്ടൊന്നും അടുത്ത തവണ കിട്ടാൻ പോകുന്നില്ല. ബട്ട് വി ഹാവ് ടു ഡു ഇസ് സ്റ്റഡി വെൽ. ഇനിയുള്ള സമയമാണെങ്കിലും നല്ല വൃത്തിയിൽ പഠിക്കുക. ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചാൽ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന പരിപാടിയുള്ളൂ, നെറ്റും അതിന്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ. I lost 3 games in the row, so I'm bound to win the next one. 3 കളി തോറ്റു, അടുത്ത കളി എന്തായാലും ജയിക്കും. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഡു നോട്ട് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. ഇതാണ് ഇതിൽ നമ്മൾ സിംപ്ലി മനസ്സിലാക്കേണ്ടത്. പാസ്റ്റ് ഇവന്റ്സിന് നമ്മളെ ഫ്യൂച്ചർ ഔട്ട്കംസിനെ നിർണ്ണയിക്കാനുള്ള പ്രത്യേകിച്ച് അധികാരങ്ങളോ മറ്റോ ഒന്നും വരുന്നില്ല. ഇതാണ് ഗാംബ്ലേഴ്സ് ഫാലസി. ഇനി നമ്മൾ ഒരു ഏരിയ കൂടെ പോകാനുണ്ട്, ഫാലസീസ് ഓഫ് പ്രിസംഷൻ. നമ്മള് ഫാലസി, ഫോർമൽ ഫാലസി, ഇൻഫോർമൽ ഫാലസിയിൽ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫാലസി ഓഫ് പ്രിസംഷൻ. അതിൽ ആദ്യത്തേതാണ് സ്ലിപ്പറി സ്ലോപ്പ്. സ്ലിപ്പറി സ്ലോപ്പ്. പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ആവശ്യമില്ലാത്ത അസംഷൻസ് കൊണ്ടുവരിക, ഒരു ബന്ധമില്ലാത്ത അസംഷൻസ് നമ്മൾ കൊണ്ടുവരിക, അനുമാനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഇതിൽ സംഭവിക്കുന്നത്, സ്ലിപ്പറി സ്ലോപ്പിൽ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ എന്താ ചെയ്യുന്നത്? സജസ്റ്റ് എ സ്മോൾ സ്റ്റെപ്പ് വിൽ സ്ലൈഡ് യു ഡൗൺ എ സ്ലോപ്പ് ടു എക്സ്ട്രീം കോൺസിക്വൻസസ്. നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ കോൺസെപ്റ്റ്. ആ ടേം എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാകും. അറിയാണ്ടൊന്നും കാല് വഴുതി കഴിഞ്ഞാൽ പിന്നെ താഴത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വിഴുതലുള്ള അല്ലെങ്കിൽ അങ്ങനെ ജാരി വീഴാൻ സാധ്യതയുള്ള കൈൻഡ് ഓഫ് സ്ലോപ്പുകൾക്കാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഇതെങ്ങനെയാണ് ഒരു ഫാലസിന്റെ പേരായത് എന്നുള്ളത് കുറച്ചൊരു രസമുള്ള പരിപാടിയാണ്. നമുക്ക് നോക്കി നോക്കാം. ക്ലെയിമിംഗ് വൺ മൈനർ ആക്ഷൻ വിൽ ലീഡ് ടു ചെയിൻ ഓഫ് സിവിയർ ഔട്ട്കംസ് വിതൗട്ട് പ്രൂഫ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഭയങ്കര ഭീകരമായിട്ടുള്ള കോൺസിക്വൻസസിലേക്ക്, സിവിയർ ആയിട്ടുള്ള ഔട്ട്കംസിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ അങ്ങ് പറയാം, അതിനെ അടിച്ചു വിടുക, വിതൗട്ട് എനി പ്രൂഫ്, വിതൗട്ട് എനി എവിഡൻസ്. ഇതിനാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. ഇപ്പൊ നമ്മള് ചില ടീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം, ഇഫ് യു അലോ സ്റ്റുഡൻസ് ടു റീഡു വൺ ടെസ്റ്റ് ഒരു വട്ടം കൂടെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇനി വരുന്ന എക്സാം ഒക്കെ അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു പഠിക്കാതെ പിന്നെയും വരും, നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ നമ്മളെ എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആകും താറുമാറിലാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീകരാക്കിയിട്ട്
എന്തോ ഒരു ചെയിൻ ഓഫ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ റിയാക്ഷൻ ആയിരിക്കും അത്, പക്ഷെ ഇങ്ങനെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഔട്ട്കംസ് ഒക്കെ കൊണ്ടുവരുന്ന അങ്ങനെ അടിച്ചു വിടുക. അതിനാണ് നമ്മൾ എന്താ പറയാ സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയാം. രണ്ടാമത്തെ ഉദാഹരണം അത് ഞാനങ്ങനെ കോൺഷ്യസ്ലി കൊടുത്തതല്ല. ഇഫ് വി ലീഗലൈസ് മരിജുവാന നെക്സ്റ്റ് പീപ്പിൾ വിൽ ഡിമാൻഡ് ഓൾ ദ ഡ്രഗ്സ് ബി ലീഗൽ. അത് വേണമെന്നില്ല. ആദ്യത്തെ ഉദാഹരണം മതിയല്ലോ അല്ലെ. ഒരു ചെറിയ സാധനം നമ്മൾ പറയുമ്പോൾ അതിന് ഇങ്ങനെയൊക്കെ ഭയങ്കര സിവിയർ ആയിട്ട് ഔട്ട്കം ഉണ്ടാകും എന്നുള്ളത് വിത്തൗട്ട് എനി പ്രൂഫ് നമ്മൾ അങ്ങനെ പറഞ്ഞ് അതിന് വലിയ എന്തോ ഒരു സംഭവമാക്കിയിട്ട് മാറ്റുന്നതാണ് സ്ലിപ്പറി സ്ലോ. നേരത്തെ പറഞ്ഞ സ്ട്രോമാൻ ഫാലസിയിൽ കൺഫ്യൂഷൻ ആവരുത്. സ്ട്രോമാൻ ഫാലസിയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ആർഗ്യുമെന്റിനെ അങ്ങ് വളച്ചൊടിക്കുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു ചെറിയൊരു മൈനർ ആക്ഷൻ അതൊരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരുപാട് ഔട്ട്കം കൊണ്ടുവരും, ഒരു ചെയിൻ ഓഫ് ഔട്ട്കംസ് ഉണ്ടാക്കും എന്ന് നമ്മൾ പറയുന്നതാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി. ഇത് ഒരു എവിഡൻസും ഇല്ലാതെ നമ്മൾ അസ്യൂം ചെയ്യുന്ന പരിപാടിയാണ് സ്ലിപ്പറി സ്ലോപ്പിൽ വരുന്നത്. ഓപ്പൺ യൂസസ് ഫിയർ ടു എക്സാഗറേറ്റ് ഔട്ട്കംസ്. ഇനി അടുത്തൊരു സാധനമാണ് പെറ്റീഷോ പ്രിൻസിപ്പായി. എനിക്ക് തോന്നുന്നത് ഒരു 1 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. ഒരു ലിങ്ക് കൂടെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യോ അതല്ല നാളെ മതിയോ? ആം റെഡി. നിങ്ങൾ റെഡി ആണെങ്കിൽ വി ക്യാൻ പ്രൊസീഡ്. കുറച്ച് ഭാഗം കൂടെ എന്നാണ് കവർ ചെയ്താലും നല്ലതായിരുന്നു. പ്ലീസ് ഡു കമന്റ് ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഇവിടെ ഇല്ലേ?